الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله رب العالمين. الرحمن الرحيم. الرحمن الرحيم. مالك يوم الدين. مالك يوم الدين. إياك نعبد وإياك نستعين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب صراط الذين أنعمت عليهم غير المغضوب عليهم صراط الذين أنعمت عليهم غير المغضوب عليهم ولا صراط الذين أنعمت عليهم غير المغضوب عليهم صراط الذين أنعمت عليهم غير المغضوب عليهم غير المغضوب عليهم ولا الضالين. കംശമരാണ്. ഓക്കെ, പിന്നെ സൂറത്തുൽ ഫാത്തിഹ ഞാൻ നിങ്ങൾക്ക് ഓതി തന്ന് നിങ്ങൾ ഓതി അതിലെ തെറ്റുകൾ തിരുത്തി നമുക്ക് കാണാതെ അറിയുന്നൊരു സൂറത്താണ്. നമ്മളെന്ത് ചെയ്തു, പിന്നെ അത് മനപ്പാടാക്കി ഓദിച്ചു ക്ലിയറാക്കി. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നോട്ടൊക്കെ എല്ലാവരും കിട്ടിയല്ലോ. ഫസ്റ്റ് ഇസ്തിആദത്തുമായി ബന്ധപ്പെട്ട ചർച്ചയാണുള്ളത്. ഇസ്തിആദത്ത് എന്ന് പറഞ്ഞാൽ ശരണം തേടുക എന്നുള്ളതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് തുടങ്ങുകയാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഇൻഷാ അല്ലാഹ് സൽസല മുതൽ നാസ് വരെ ഓരോ സൂറത്തുകളും പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽ ഇസ്തിആദത്തു യുശ്റഉ الاتيان بها في كل مرة يتلو فيها المسلم كتاب الله تبارك وتعالى. ഈ ഇസ്തിആദത്ത് അഥവാ അഭയം തേടൽ, ശരണം തേടൽ, അത് മതവിധിയാണ്, അതൊരു നിർദ്ദേശമാണ്. ഇശ്റാ എന്ന് പറഞ്ഞാൽ നിർദ്ദേശിച്ചിരിക്കുന്നു, മതം നിർദ്ദേശിച്ചിരിക്കുന്നു. അൽ ഇത്തിയാനു ബിഹാ ഫി കുല്ലി മർറത്തിൻ, ഓരോ തവണയും ഇസ്തിആദത്ത് നമ്മൾ ചെയ്യണം. എപ്പോൾ? യത്ലൂ ഫീഹൽ മുസ്ലിമു കിതാബ് അല്ലാഹി തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബ് എന്ന് പറഞ്ഞാൽ ഖുർആൻ അല്ലേ. കിതാബ് അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുമ്പോൾ എപ്പോൾ നമ്മൾ തയ്യാറായാലും അപ്പോഴെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നമ്മൾ ഓതണം. കലാംക ഇപ്പോൾ വായിക്കുന്നത് പഴയ നോട്ടുകളിലാണ്. ഓതുകൊണ്ട് കുഴപ്പമില്ല, ഓതണം. ഖുർആൻ ഓതാൻ തയ്യാറായാൽ അപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം നമ്മൾ എന്ത് ചെയ്യണം? ഓതണം എപ്പോഴാണെങ്കിലും കേട്ടോ. ഓക്കെ, കിട്ടിയാ ഓക്കെ. അപ്പോൾ ഖുർആൻ ഓതാൻ നമ്മൾ തയ്യാറായാൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഓതുക എന്നുള്ളതാണ്. വൽ ഇസ്തിആദത്തു ഒന്നുകൂടി വിശദീകരിക്കുകയാണ്, നോക്കിയോ. അൽ ഇൽതിജാഉ ഇലല്ലാഹി വതലബു മിൻഹു തബാറക വതആല അൻ യുഈദ അബ്ദഹു വഅൻ യുഖീഹി മിനശ് ശൈത്വാനിർ റജീം. ഇസ്തിആദത്ത് അൽ ഇൽതിജാ, അതൊരു ഇൽതിജാ ആണ്. ഇൽതിജാ എന്ന് പറഞ്ഞാൽ അഭയം തേടാന്ന് അർത്ഥം. ഓക്കെ, ഇസ്തിആദത്ത് എന്ന് പറഞ്ഞാൽ ഇൽതിജാ ആണ്. ഇലല്ലാഹി, ആരിലേക്കുള്ള? അള്ളാഹുവിലേക്കുള്ള. ത്വലബുൻ, അതൊരു അപേക്ഷയാണ്. നമ്മൾ അപേക്ഷിക്കുക, യാചിക്കുക, അഭയം തേടാന്നൊക്കെ പറയില്ലേ, ആ അർത്ഥമൊക്കെ അതിനുണ്ട്.
മിൻഹു തബാരക വ തആല, അല്ലാഹുവിൽ നിന്നുള്ളൊരു അപേക്ഷയാണ് എന്ത് ഇസ്തിആദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൻ യുഈദ അബ്ദഹു അൻ യുഖീഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് പിന്നെ സംരക്ഷണം കിട്ടാനുള്ള, രക്ഷ കിട്ടാനുള്ള, അൻ യുഈദ അബ്ദഹു, അല്ലാഹുവിൻ്റെ ദാസന്, ഖുർആൻ ഓതുന്നവന് രക്ഷ കിട്ടാനുള്ള ഒരു അപേക്ഷയാണ് എന്ത് ഇസ്തിആദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വചനാണ് എന്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഖുർആൻ ഓതിയാൽ പിശാചിൽ നിന്ന് മോചനം കിട്ടാൻ എന്ത് ചെയ്യണം, സംരക്ഷണം കിട്ടാൻ ഇസ്തിആദത്ത് ചെയ്തിട്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഖുർആൻ ഓതാൻ പാടുള്ളൂ. എന്തിനാണെന്നൊക്കെ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട് കേട്ടോ. وإنما شرعت الاستعاذة بين يدي تلاوة كتاب الله عز وجل. തീർച്ചയായിട്ടും വഇന്നമാ ശുരിഅത്ത്, മതമൊരു നിർദ്ദേശിച്ചിരിക്കുന്നു, തീർച്ചയായിട്ടും അൽ ഇസ്തിആദത്തു, അഭയം തേടൽ അല്ലെങ്കിൽ ഇസ്തിആദത്ത് ചൊല്ലൽ, ബൈന യദൈ തിലാവത്തി കിതാബല്ലാഹി അസ്സ വജല്ല. വീണ്ടും തന്നെ പറയാണ്, ഖുർആൻ ഓതുന്നതിൻ്റെ മുമ്പായിട്ട്, ബൈന യദൈ എന്ന് പറഞ്ഞാൽ മുന്നിൽ, മുമ്പിൽ എന്നൊക്കെ പറയും, മനസ്സിലായോ? ഖുർആൻ ഓതുന്നതിന് മുമ്പായിട്ട് ഇസ്തിആദത്ത് ചെയ്യൽ മതം തീർച്ചയായിട്ടും അത് നിർദ്ദേശിക്കപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ട് നോക്കിക്കോ, ലിഅന്ന ശൈത്വാന, എന്താ ആ ഫാത്തിഹ കാണുന്ന പേജാണ്, ലിഅന്ന ശൈത്വാന അശദ്ദു മാ യകൂനു ഹിർസൻ അലാ സർഫിൽ അബ്ദി അൻ ഹാദാ കിതാബിൽ അദീം. ലിഅന്ന, എന്തുകൊണ്ടാണ് ഇസ്തിആദത്ത് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം, ലിഅന്ന എന്ന് പറഞ്ഞാൽ കാരണം, അശൈത്താന, ശൈത്താൻ, അശദ്ദു മാ യകൂനു ഹിർസൻ, ഏറ്റവും കൂടുതൽ, ഹിർസ് എന്ന് പറഞ്ഞാൽ ആഗ്രഹം, ഉത്സുകത എന്നൊക്കെ പറയും, മനസ്സിലായോ? ഏറ്റവും കൂടുതൽ ശക്തമായ ആഗ്രഹമുള്ളതാണ്, അലാ സർഫിൽ അബ്ദി, ഒരു അടിമയെ തിരിക്കാൻ. സർഫ് എന്ന് പറഞ്ഞാൽ തിരിക്കുക, മനസ്സിലായോ? മാറ്റിമറിക്കുക എന്നൊക്കെയാണ് പറയുക. നമ്മൾ സർഫ് പഠിക്കൂലേ, കാല പിന്നെ ഫഅല ഫഅലു എന്നറിയില്ല, സർഫ് പണമെന്ന് പറയാം. അപ്പോൾ തിരിക്കുക, നമ്മുടെ മനസ്സിനെ മാറ്റാൻ, തിരിച്ചുവിടാൻ, നമ്മളെ ഹിദായത്തിൽ നിന്ന് തിരിച്ചുവിടാൻ, തെറ്റിച്ചുവിടാൻ വളരെയധികം ആഗ്രഹമുള്ള ഒരാളാണ്, ശക്തമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് അഷദ് എന്ന് പറയുന്നത്. അഷദ് ഹിർസ് എന്ന് പറഞ്ഞത് അല്ലേ, ശക്തമായ ആഗ്രഹമുള്ള ആളാണ് ആര്, പിശാജ് എന്നുള്ളത്. അൻഹാദൽ കിതാബിൽ അദീം, ഈ ഖുർആനിൽ നിന്ന് നമ്മളെ തെറ്റിക്കാൻ വളരെയധികം പിശാചിന് ആഗ്രഹമുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഖുർആൻ ഓതുന്നതിന് മുമ്പായിട്ട് നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ചൊല്ലണം. വൽ ഫൗസി ബിഹിദായത്തിഹി, ഈ ഖുർആനിൻ്റെ ഹിദായത്ത് അല്ലേ, ഖുർആൻ എന്തിനു വേണ്ടി ഇറക്കിയത്? അല്ലാഹു ഹിദായത്തിന് വേണ്ടി ഇറക്കിയതാണ് അല്ലേ. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് കിട്ടാൻ, പിന്നെ ജിന്നുകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് എന്ത് ചെയ്യാണ്, ഖുർആൻ ഓതിക്കൊടുക്കുകയാണ് ഇതുപോലൊരു സദസ്സിൽ. അപ്പോൾ അതിലൂടെ കുറച്ച് ജിന്നുകൾ എന്ത് ചെയ്തു, നടന്നുപോയി. ജിന്നുകൾ ഇങ്ങനെ പോയപ്പോൾ അവർ ഖുർആൻ കേട്ടു. അപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചു നേരം ഖുർആൻ പഠിക്കാം, കുറച്ചു നേരം ഖുർആൻ കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ജിന്നുകൾ എന്ത് ചെയ്തു, ഖുർആൻ കേൾക്കാനിരുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്തു, ദായിമാരായിട്ട് പോയി. ഖുർആൻ പറയാണ്, വൈദ് സറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിന്നി യസ്തമിഊനൽ ഖുർആൻ ഫലമ്മാ ഹദറൂഹു ഖാലൂ അൻസിതൂ ഫലമ്മാ ഖുദിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ ഖാലൂ യാ ഖൗമനാ ഇന്നാ സമിഅനാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസാ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി യഹ്ദീ ഇലൽ ഹഖ് വ ഇലാ ത്വരീഖിൻ മുസ്തഖീം. ഞങ്ങളൊരു ഖുർആൻ കേട്ടിട്ടാണ് വരുന്നത്. ജിന്നുകൾ അവരുടെ വർഗത്തിലെ ആളുകൾക്ക് എന്ത് ചെയ്യാണ്, ദഅവത്ത് കൊടുക്കുകയാണ്. ഞങ്ങളൊരു ഖുർആൻ കേട്ടിട്ടാണ് വരുന്നത്. ആ ഖുർആൻ്റെ പ്രത്യേകത എന്താ, യഹ്ദീ ഇലൽ ഹഖ് വ ഇലാ ത്വരീഖിൻ മുസ്തഖീം, സത്യത്തിലേക്ക്, നന്മയിലേക്ക്, നേരായ ചൊവ്വായ വഴിയിലേക്ക് ക്ഷണിക്കുന്നൊരു ഗ്രന്ഥമാണ് ഖുർആൻ. മനസ്സിലായോ? അപ്പോൾ ആ ഖുർആനെ കുറിച്ച് നമ്മൾ അങ്ങനെയാണ്, ഹിദായത്ത് നമ്മൾ പറഞ്ഞല്ലോ, ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ത്, ഹിദായത്ത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്ത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഹിദായത്ത് കിട്ടണം. ലോകത്തെല്ലാം കിട്ടി, എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് മുഴുവൻ കിട്ടി, പക്ഷെ നമുക്ക് എന്ത് കിട്ടിയില്ല, ഹിദായത്ത് കിട്ടിയില്ല. അതിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പരാജയപ്പെടേണ്ടി വരും. അപ്പോൾ എപ്പോഴും ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം എന്താ,
ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈ ഹിദായത്ത് ഇത് കുറച്ച് ആൾക്കാർക്ക് അള്ളാഹു കൊടുക്കുള്ളൂ. ഖുർആൻ പറയുന്നുണ്ടല്ലോ, വലൗ ശിഅ്നാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹാ വലാകിൻ ഹഖൽ ഖൗലു മിന്നി ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവർക്കും നാം എന്ത് ചെയ്യുമായിരുന്നു? ഹിദായത്ത് കൊടുക്കായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം മനുഷ്യന്മാരിൽ ഭൂരിഭാഗം ആൾക്കാരെയും കൊണ്ട് എന്ത് ചെയ്യുക? നരകം നിറയ്ക്കുക എന്നതാണ് അള്ളാഹുവിൻ്റെ തീരുമാനം. ഭൂരിഭാഗം ആൾക്കാരെ കൊണ്ട് എന്ത് ചെയ്യുക? നരകം നിറയ്ക്കുക എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം. അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിക്കൊണ്ടുവന്ന അബൂ താലിബിന് പോലും എന്ത് ചെയ്തിട്ടില്ല? അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുത്തിട്ടില്ല. ലൂത്ത് നബിയുടെ ഭാര്യയ്ക്ക് കൊടുത്തിട്ടില്ല. നൂഹ് നബിയുടെ ഭാര്യയ്ക്ക് കൊടുത്തിട്ടില്ല. ഇബ്രാഹിം നബിയുടെ വാപ്പാക്ക് കൊടുത്തിട്ടില്ല. മനസ്സിലായോ? അപ്പം എല്ലാവർക്കും ഹിദായത്ത് കിട്ടോ? ഇല്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രം അള്ളാഹു കൊടുക്കുന്നൊരു അനുഗ്രഹമാണ്. നമുക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? അപ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിക്കും, ഭൂരിഭാഗം ആൾക്കാരെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകം നിറയ്ക്കാനാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശമെങ്കിൽ ഹിദായത്ത് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് കിട്ടുമെങ്കിൽ അത് എന്തിനാ നമ്മൾ നന്നായിട്ട് നടക്കണത്? ഞാൻ നന്നാവോ കേടാവോ ഇത് അള്ളാഹ്ക്കറിയാലോ. എനിക്ക് ഹിദായത്ത് കിട്ടോ ഇല്ലേ എന്നുള്ള അള്ളാഹ്ക്കറിയാലോ. എന്തിനാ ഞാൻ നന്നായി നടക്കണത്? ഞാൻ എന്തിനാ നിസ്കരിക്കണം, നോമ്പെടുക്കണം, അള്ളാഹ് തീരുമാനിച്ച പോലെ ആവട്ടെ എന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെ പഴിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ മുൻകൂട്ടിയുള്ള അറിവ്. അള്ളാഹ്ക്കറിയാം ലോകത്ത് എന്തൊക്കെ സംഭവിക്കും, ഞാൻ എന്താകും എന്നുള്ളത് അള്ളാഹ്ക്കറിയാം. നിങ്ങൾ എന്താകും എന്നത് എന്ത് ചെയ്യുക? അള്ളാഹുവിനും അറിയാം. നമ്മൾ ഓരോരുത്തരും എന്താകും. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. മനസ്സിലായി? മുൻകൂട്ടി അറിയാനുള്ള കഴിവ് ആർക്കുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഹിദായത്ത് കിട്ടോ ഇല്ലേ, നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടോ ഇല്ലേ എന്നുള്ളത് ആർക്കറിയില്ല? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമുക്കറിയില്ല. അത് അള്ളാഹുവിന് മാത്രം അറിയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹ് തീരുമാനിച്ചതുപോലെ നടക്കട്ടെ എന്നല്ല നമ്മൾ തീരുമാനിക്കേണ്ടത്. മറിച്ച് ഹിദായത്ത് കാണിച്ചു തരാൻ വേണ്ടിയാണ്, മാർഗം കാണിക്കാനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തത്? നിയോഗിച്ചത്. പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തന്നത്. നമ്മൾ എന്ത് ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക, ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഖുർആൻ കേട്ടാൽ, ഖുർആൻ പഠിച്ചാൽ ഒരാൾക്ക് എന്ത് ചെയ്യും? ഹിദായത്ത് കിട്ടും. ഇതാൾക്ക് താല്പര്യമില്ല, പിശാചിന് താല്പര്യമില്ല. മനസ്സിലായോ? അപ്പോൾ പിശാചിൻ്റെ പണി എന്താ? നമ്മളിതിൽ നിന്ന് വഴിതെറ്റിക്കുക എന്നുള്ളതാണ്. ഖുർആൻ പഠിച്ച് അതിനനുസരിച്ച് ജീവിച്ചാൽ യഥാർത്ഥ വിജയം കിട്ടും. അതെന്താണ് വിജയം? സ്വർഗമാണ്. അതിൽ നിന്ന് നമ്മളെ തെറ്റിക്കുക, അതാണ് ആരുടെ പണി? പിശാചിൻ്റെ പണി. അതാണ് പറഞ്ഞത് വൽ ഫൗസു ബിഹിദായാതിഹി. ഖുർആനിൻ്റെ ഹിദായത്ത് കൊണ്ടുള്ള വിജയമുണ്ടല്ലോ, ആ വിജയത്തിൽ നിന്ന് നമ്മളെ തെറ്റിക്കലാണ് ആരുടെ ജോലി? പിശാചിൻ്റെ ജോലി. അതുകൊണ്ട് ഖുർആൻ ഓതുന്നതിന് മുമ്പായി, പഠിക്കുന്നതിന് മുമ്പായി നമ്മൾ എന്ത് ചെയ്യണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നമ്മൾ ചൊല്ലണം. വൽ വഖൂഫി അലാ മആനിഹി വ മളാമീനിഹി. അല്ലേ? ഖുർആനിൻ്റെ അർത്ഥം, മആനിഹി എന്ന് പറഞ്ഞാൽ അർത്ഥം, മാന നമ്മൾ പറയില്ലേ, ഖുർആനിൻ്റെ അർത്ഥങ്ങൾ. അതുപോലെ തന്നെ വമളാമീനിഹി, ആ ഖുർആനിൻ്റെ ഉള്ളടക്കങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, ശ്രദ്ധയോടുകൂടി കേൾക്കുക. അത് ആർക്ക് താല്പര്യമില്ല? പിശാച്. നമ്മൾ ഈ സദസ്സിൽ ഇരിക്കാൻ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഇരിക്കണം. അല്ലേ? നമ്മൾ ആലോചിക്കുക, സത്യം പറഞ്ഞാൽ നമ്മൾ ആലോചിക്കുക, ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴും എൻ്റെ സംസാരം കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സെന്ത് ചെയ്യുന്നുണ്ട്? പലയിടത്തും പോകുന്നുണ്ട്. അല്ലേ? പലയിടത്തും നമ്മുടെ മനസ്സ് സഞ്ചരിക്കുന്നു. നമ്മുടെ വീട്ടിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ, അവിടേക്കൊക്കെ നമ്മുടെ മനസ്സിനെ വഴിതെറ്റിച്ച് കൊണ്ടുപോകും. ഇതിൻ്റെ അർത്ഥത്തിൽ നിന്ന്, ഇതിൻ്റെ ആശയത്തിൽ നിന്ന്, ഇതിൻ്റെ ഉള്ളടക്കത്തിൽ നിന്ന് നമ്മളെ തെറ്റിക്കുകയാണ്. ആരുടെ ജോലി? പിശാചിൻ്റെ ജോലി. അപ്പോൾ ഇൽമിൻ്റെ സദസ്സിൽ നമ്മൾ പോയിരിക്കുന്നതിനേക്കാളും മുമ്പ് എന്ത് ചെയ്യണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നൊക്കെ ചൊല്ലിയിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വൽ വഖൂഫി അലാ മആനിഹി വ മളാമീനിഹി, ഖുർആനിൻ്റെ ഉള്ളടക്കങ്ങളും
ഖുർആനിൻ്റെ അർത്ഥങ്ങളും ഒക്കെ ശ്രദ്ധയോടുകൂടി നമ്മൾ മനസ്സിലാക്കുന്നതിൽ നിന്നൊക്കെ വഴിതെറ്റിക്കലാണ് പിശാചിൻ്റെ ജോലി. ബിഹി തഅസ്സുർ എന്ന് പറഞ്ഞാൽ സ്വാധീനം ഉണ്ടാക്കുക, ഖുർആൻ കൊണ്ട് സ്വാധീനം ഉണ്ടാക്കുക, മനസ്സിലായി? ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുക. ഇതൊന്നും ആർക്കും ഇഷ്ടമല്ല, പിശാചിന് ഇഷ്ടമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ പിന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ചൊല്ലിയിട്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഖുർആൻ ഓതാനും ഖുർആൻ പഠിക്കുന്ന സദസ്സിലും ഒക്കെ നമ്മൾ ഇരിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിലൂടെ നമുക്ക് കിട്ടേണ്ട ഒരു കാര്യമുണ്ട്, എന്ത്? ഖുർആൻ നമ്മൾ ഓതണം, ഖുർആനിൻ്റെ അർത്ഥം പഠിക്കണം, അതുപോലെ തന്നെ ഖുർആനിൻ്റെ ആശയങ്ങൾ ഉള്ളടക്കങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഖുർആൻ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകണം, സ്വാധീനമുണ്ടാക്കണം. ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം. നമ്മളിപ്പോൾ പിന്നെ ജീവിച്ച് പോണത് പോലെ ആകരുത് ഖുർആൻ പഠിച്ചാൽ. നമ്മളിപ്പോൾ ജീവിച്ച് പോകുന്നത് പോലെ ആകരുത് നമ്മൾ ഖുർആൻ പഠിച്ചാൽ. ഖുർആൻ പഠിച്ചാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ ഒക്കെ എന്ത് വേണം, നമ്മുടെ ഇബാദത്തുകളിൽ. നമ്മളിപ്പോൾ ഒരു കാര്യം ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ശരിയായ രൂപം പഠിച്ചാൽ അതിനുശേഷം ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും എന്താണോ പഠിച്ചത് അതിനനുസരിച്ച് കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നോക്കൂ, ഫശുരിഅ ലിൽ അബ്ദി അൻ യസ്തഈദ ബില്ലാഹി മിൻ ഹാദാ ശൈത്താൻ. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് സത്യത്തിൽ നിന്ന്, ഖുർആനിൻ്റെ പിന്നെ അർത്ഥങ്ങളിൽ നിന്നും ഉള്ളടക്കങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങളെ പിശാച് വഴിതെറ്റിച്ച് കളയുന്നത് കൊണ്ട് മതം നിർദ്ദേശിച്ചു അൻ യസ്തഈദ ബില്ലാഹി മിൻ ഹാദാ ശൈത്താൻ. ഈ ശൈത്താനിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ കാവലിനെ ചോദിക്കണം എന്ന്, അഭയം തേടണമെന്ന് മതം പഠിപ്പിച്ചു. മഹ്ഫൂദൻ ബിഹിഫ്ദില്ലാഹ്, മഹ്ഫൂദൻ ബിഹിഫ്ദില്ലാഹ്. മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കപ്പെട്ട, ബിഹിഫ്ദില്ലാഹ് സംരക്ഷണത്തിൽ. അല്ലാഹ് ആരുടെ? അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ, അല്ലേ? അപ്പോൾ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഖുർആൻ ഓതണം എന്നാ, മനസ്സിലായോ? ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ആരുടെ സംരക്ഷണത്തിലായിരിക്കണം? അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കണം നമ്മൾ ഉണ്ടാകേണ്ടത്. ആ സംരക്ഷണം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇസ്തിആദത്ത് ചൊല്ലണം എന്നതാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. ഇത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു പദമാണ് കേട്ടോ. മഹ്ഫൂദൻ ബിഹിഫ്ദില്ലാഹ്. ഖുർആൻ വായിക്കുന്ന ഒരാളുടെ ഹൃദയം അത് എന്തായിരിക്കണം, ശുദ്ധമായിരിക്കണം എന്നാണ് പറയുന്നത്. ഖുർആൻ ഓതുന്നവൻ്റെ ഹൃദയം എന്താകണം, ശുദ്ധമായിരിക്കണം. അശ്രദ്ധയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പാരായണം ചെയ്യാൻ പാടില്ല. അള്ളാഹുവിൻ്റെ സംരക്ഷണം കിട്ടിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഖുർആൻ ഓതണം എന്നുള്ളതാണ്. മഹ്ഫൂദൻ ബിഹിഫ്ദില്ലാഹ്. കണ്ടോ, അള്ളാഹുവിൻ്റെ സംരക്ഷണം കിട്ടിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. നോട്ടെ, ഇനി അടുത്ത പേജ് പുതിയ കൊടുക്ക്. തന്നെ ഞാൻ വായിച്ചുതരാം, ഒന്നുകൂടി വായിച്ചുതരാം, ശ്രദ്ധിച്ചോട്ടാ. ഫശുരിഅ ലിഅബ്ദി അൻ യസ്തഈദ ബില്ലാഹി മിൻ ഹാദാ ശൈത്താൻ. അത് കണ്ടില്ലേ? പിന്നെ മതം എന്ത് ചെയ്തു, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പിന്നെ പിശാചിൽ നിന്ന് ഖുർആൻ ഓതുന്നതിന് മുമ്പായിട്ട് ശരണം തേടാൻ വേണ്ടി പിന്നെ നമ്മളോട് നിർദ്ദേശിക്കുകയാണ്. കാരണം പിശാചിനെ സംബന്ധിച്ചിടത്തോളം പിശാച് വലിയ ആഗ്രഹമാണ് ഈ ഖുർആൻ പഠനത്തിൽ നിന്ന് നമ്മളെ വഴിതെറ്റിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ എപ്പോഴും ശരണം തേടണം എന്നുള്ളത്. ഹത്താ തകൂന ഖിറാഅതഹു ഖിറാഅതൻ സാലിമ. ഏതുവരെ നമ്മൾ ഇസ്തിആദത്ത് ചെയ്യണം? ഹത്താ തകൂന ഖിറാഅതഹു, പിന്നെ നമ്മുടെ വായന സുരക്ഷിതമായ വായനയായിരിക്കണം. ഖിറാഅത്തൻ സാലിമ എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണ വലത്തിൽ പിശാചിന് നമ്മളെ മനസ്സിനെ മാറ്റിമറിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു ഓത്തായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഖുർആൻ ഓതേണ്ടത്. മിൻ വസാവിസി ശയാത്തീൻ, പിശാചിൻ്റെ വസ്വാസുകളിൽ നിന്നും
വഹംസിഹി അവൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ വനഫഹിഹി അവൻ്റെ ഊതൽ, അല്ലേ, ഇതിൽ നിന്നെല്ലാം പിശാചിൻ്റെ ഊതൽ, പിന്നെ അവൻ്റെ ആക്രോശങ്ങൾ അതല്ലെങ്കിൽ അക്രമങ്ങൾ, പിശാചിൻ്റെ വസ്വാസുകൾ, പിശാചിൻ്റെ വസ്വാസ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മനസ്സുകളൊക്കെ ഈ തെറ്റിപ്പോകുന്നത്, അല്ലേ. അതിൽ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കാവലിനെ ചോദിച്ചിട്ടായിരിക്കണം, പൂർണ്ണമായിട്ടും അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഖുർആൻ ഓതേണ്ടത്. ഹത്താ തകൂന ഖിറാഅത്തുഹു ഖിറാഅത്തൻ സാലിമ, സുരക്ഷിതമായ ഒരു പാരായണം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നമ്മൾ ഓതണം. മഹഫൂദൻ ബിഹിഫ്ദില്ലാ, അല്ലാഹുവിൻ്റെ സംരക്ഷണത്തിൽ സംരക്ഷിക്കപ്പെട്ടുകൊണ്ട്, മഹഫൂദ് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കപ്പെട്ട അവസ്ഥ, ബിഹിഫ്ദില്ലാ എങ്ങനെ, അല്ലാഹുവിൻ്റെ സംരക്ഷണ വലയത്തിൽ സംരക്ഷിക്കപ്പെട്ടൊരവസ്ഥയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഖുർആൻ ഓതേണ്ടത്. പിശാചിൻ്റെ വസ്വാസുകളിൽ കുടുങ്ങിക്കൊണ്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഖുർആൻ ഓതേണ്ടത് എന്നതാണ് അർത്ഥം. ഇനി പിശാചിനെ കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ ഇസ്തിആദത്ത് എന്താണെന്ന് പറഞ്ഞു. എന്താ ഇസ്തിആദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇസ്തിആദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അതൊരു ശരണം തേടലാണ്. എന്ത്? കാവലിനെ ചോദിക്കലാണ്. ആരിൽ നിന്ന്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഒരു കാവലിനെ ചോദിക്കലാണ് എന്ത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇസ്തിആദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് പിശാചിൽ നിന്ന് നമ്മൾ കാവലിനെ ചോദിക്കണമെന്ന് പറയാനുള്ള കാരണം എന്താ? പിശാച് ഏറെ ആഗ്രഹിക്കുന്നുണ്ട് എന്ത്? ഖുർആൻ പാരായണത്തിൽ നിന്നും ഖുർആൻ പഠനത്തിൽ നിന്നും നമ്മുടെ മനസ്സിനെ വഴി തെറ്റിച്ച് കളയാൻ പിശാച് ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇസ്തിആദത്തോടു കൂടിയായിരിക്കണം നമ്മൾ ഖുർആൻ ഓതേണ്ടത്. അള്ളാഹുവിൻ്റെ സംരക്ഷണ വലയത്തിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഖുർആൻ ഓതേണ്ടത്. അങ്ങനെ ഓതിയാലേ നമുക്ക് എന്തുള്ളൂ? ഖുർആൻ കൊണ്ടുള്ള ഹിദായത്ത് കിട്ടുള്ളൂ. നീ നോക്കിക്കോ, അശ്ശൈത്താൻ, ഷൈത്താൻ ഐ ആതി അൽ മുതമർരിദി അൽ ഗാവി അൽ മുഗ്വി ലിഇബാദില്ലാഹ് അസ്സാദു ലഹും അൻ തഅത്തില്ലാഹി തബാറക വതആല. ഷൈത്താൻ അൽ ആതി, അവൻ ആരാണ്? അതിക്രമിക്കുന്നവനാണ്. മനസ്സിലായോ? അൽ മുതമർരിദി, പരാജയപ്പെടുത്തുന്നവനാണ്. മുതമർരിദ് എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുത്തുന്നവൻ, അല്ലെങ്കിൽ ഈ വിരോധം വെക്കുന്നവനാണ്. അൽ ഗാവി, വഴി തെറ്റിയവനാണ്. അൽ മുഗ്വി, മറ്റുള്ളവരെ വഴി തെറ്റിക്കുന്നവനാണ്. പിശാചിൻ്റെ വിശേഷണങ്ങളാണ് കേട്ടോ. എന്താണ് നമ്മളോട് ഇത്ര വിരോധം എന്താ? നമുക്കറിയില്ലേ പിശാചിന് എന്താ നമ്മളോട് ഇത്ര വിരോധം? അന്ന് ഞാൻ പറഞ്ഞില്ലേ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചപ്പോൾ പിശാച് പറഞ്ഞു, ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആദമിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുകയില്ല. കാരണം അവനെ നീ പടച്ചത് മണ്ണിൽ നിന്നും, എന്നെ നീ പടച്ചത് തീയിൽ നിന്നുമാണ്. മണ്ണിനേക്കാൾ ശ്രേഷ്ഠത തീയിലുള്ളത് കൊണ്ട് ഞാനൊരിക്കലും എന്ത് ചെയ്യില്ല, ആദമിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് അഹങ്കരിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ആട്ടിപ്പായിച്ചു. അതാണ് പിശാച്. അപ്പം നമ്മളോട് വല്ലാത്ത വിരോധാണ്. ഏതൊരു റഹ്മത്തിൽ നിന്ന് പിശാചിനെ അള്ളാഹു പുറത്താക്കിയോ അതേ റഹ്മത്തിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മളെയും പുറത്താക്കണം. ഇതാണ് പിശാചിൻ്റെ നമ്മളോടുള്ള ഇത്ര അധികം വിരോധം. സ്വയം വഴി തെറ്റിപ്പോവുകയും അൽ മുഗ്വി, എന്ത് ചെയ്യും? മറ്റുള്ളവരെ വഴി തെറ്റിക്കുന്നവനാണ് പിശാച്. നമ്മൾ ശ്രദ്ധിച്ചോ, അശ്ശൈത്താനുൽ ആതി അൽ മുതമർരിദി വൽ ഗാവി വൽ മുഗ്വി അൽ ഗാവി അൽ മുഗ്വി. ശൈത്താൻ അതിക്രമം കാണിക്കുന്നവനാണ്, വിരോധം വെക്കുന്നവനാണ്, വഴിതെറ്റിയവനാണ്, മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്നവനാണ്. ലിഇബാദില്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളെ വഴിതെറ്റിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവനാണ്. അസ്സാദു ലഹും അൻ തഅത്തില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്നതിൽ തൊട്ട് നമ്മളെ പിശാച് തടയും. അസ്വാദ് എന്ന് പറഞ്ഞാൽ തടയുന്നവൻ. അസ്വാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? തടയുന്നവൻ. അസ്വാദു ലഹും അൻ തഅത്തില്ലാഹ്, നമ്മളെ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് തടയുന്നവനാണ് പിശാച്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കണ്ട. പിശാച് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നമ്മൾ പറയണം. അൽ ആതി അൽ മുതമർരിദി അൽ ഗാവി അൽ മുഗ്വി ലിഇബാദില്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളോട് അഥവാ മനുഷ്യരോട് അവരോട് വിരോധം വെക്കുന്നവനും അവരോട് അക്രമം കാണിക്കുന്നവനും
സ്വയം വഴിതെറ്റി മനുഷ്യന്മാരെ വഴിതെറ്റിക്കുവാൻ വേണ്ടി നടക്കുന്നവനാണ് ആര്? പിശാച്. അസ്വാദുലഹും അൻ തഅത്തില്ലാ, ആരെല്ലാം അല്ലാഹുവിനെ അനുസരിക്കുന്നുണ്ടോ അത്തരത്തിലുള്ള മനുഷ്യന്മാരെ വഴിതെറ്റിക്കുക എന്നുള്ളതാണ്, തടയുക എന്നുള്ളതാണ് പിശാചിൻ്റെ ജോലി. അർറജീം, തള്ളിപ്പറഞ്ഞവൻ, ആട്ടിപ്പായിപ്പിക്കപ്പെട്ടവൻ എന്നൊക്കെ അർത്ഥമുണ്ട് അർറജീം എന്ന് പറഞ്ഞാൽ ട്ടാ. അൽ മത്റൂദിൽ മുബഅദിൽ മൽഊനി അബ്അദഹുല്ലാഹു മിൻ റഹ്മത്തിഹി മുബഅദൻ. അർറജീം എന്ന് പറഞ്ഞാൽ പിന്നെ അൽ മത്റൂദി, പുറത്താക്കപ്പെട്ടവൻ എന്നൊരർത്ഥമുണ്ട്. അൽ മത്റൂദി എന്ന് പറഞ്ഞാൽ പുറത്താക്കപ്പെട്ടവൻ. അൽ മുബഅദി, അകറ്റിയവൻ എന്നൊരർത്ഥമുണ്ട്. റജീമിൻ്റെ അർത്ഥങ്ങളാണ് കേട്ടത്. പിന്നെ അൽ മൽഊൻ, ശപിക്കപ്പെട്ടവൻ എന്ന അർത്ഥമുണ്ട്. വ്യത്യസ്ത അർത്ഥങ്ങളാണ്. അൽ മത്റൂദ്, അൽ മുബഅദ്, അൽ മൽഊൻ, അബ്അദഹുല്ലാഹ്, അല്ലാഹു അവനെ അകറ്റി, മിൻ റഹ്മത്തിഹി, എവിടെ നിന്ന്? അല്ലാഹുവിൻ്റെ കരുണയിൽ നിന്ന്. മുബഅദൻ, അതിവിദൂരം ആട്ടിപ്പായിപ്പിക്കപ്പെട്ടു. മനസ്സിലായോ? അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ആട്ടിപ്പായിപ്പിക്കപ്പെട്ടവൻ എന്നാണ് എന്തിൻ്റെ അർത്ഥം? റജീം എന്ന പദത്തിൻ്റെ അർത്ഥം. പുറത്താക്കിയവൻ എന്ന് പറയാം, അകറ്റിയവൻ എന്ന് പറയാം, ശപിക്കപ്പെട്ടവൻ എന്നൊക്കെ പറയാം. ഈ റജീം എന്ന പദം നമ്മൾ ചില ആൾക്കാരെന്താ പറയുക? ആട്ടിപ്പായിപ്പിക്കപ്പെട്ട എന്നല്ല പറയാം. ചില ആൾക്കാരെന്താ പറയുക? ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന്. അങ്ങനെ അർത്ഥമുണ്ട്, അങ്ങനെ അർത്ഥമുണ്ട്. മനസ്സിലായി? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. എന്ത് പിന്നെ ഇങ്ങനെ അർത്ഥമുണ്ട്. എന്ത്? മൽഊൻ. മൽഊൻ എന്ന് പറഞ്ഞാൽ ലഅനത്ത് അല്ലേ? നമ്മൾ കേട്ടിട്ടില്ലേ? ശാപമുള്ളവൻ അല്ലേ? അപ്പോൾ അങ്ങനെ പറയാം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് പറയാം. അതുപോലെ തന്നെ അൽ മത്റൂദ്, മുബഅദ് എന്നൊക്കെ അർത്ഥമുണ്ട്. അതായത് പുറത്താക്കപ്പെട്ടവൻ, അകറ്റിയവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ആട്ടിപ്പായിപ്പിക്കപ്പെട്ടവൻ എന്ന് നമുക്ക് പറയാം. എവിടുന്ന് ആട്ടിപ്പായിക്കപ്പെട്ടത്? സ്വർഗത്തിൽ നിന്ന്. മിൻ റഹ്മത്തില്ലാ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന്. മുബഅദൻ, വിദൂരം. അറാദ അൻ യുബഇദ ഇബാദല്ലാഹി അൻഹാ. ഓക്കേ, ഇനി അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അറാദ, അവൻ ആഗ്രഹിക്കുന്നു. ആര്? ആര്? പിശാച്. അൻ യുബഇദ, അകറ്റാൻ, പുറത്താക്കാൻ, ഇബാദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടിമകളെ, മനുഷ്യന്മാരെ, അൻഹ, എവിടെ നിന്ന്? ആ സ്വർഗത്തിൽ നിന്ന്. തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്താക്കിയതുപോലെ മനുഷ്യന്മാരൊക്കെ എന്ത് ചെയ്യണം? പുറത്താക്കണം. ഈ ആഗ്രഹം വെച്ച് നടക്കുന്നവനാണ് ആര്? പിശാച്. തുലിബ മിനൽ അബ്ദി അൻ യസ്തഈദ ബില്ലാഹി ഹാദാ ശൈത്താനുൽ ആതി അൽ മുതമർരിദി. തീർച്ചയായിട്ടും തുലിബ, ആവശ്യപ്പെട്ടിരിക്കുന്നു, മിനൽ അബ്ദി, മനുഷ്യന്മാരിൽ നിന്ന്, അൻ യസ്തഈദ, അഭയം തേടൽ, ബില്ലാഹി, അല്ലാഹുവിൽ നിന്ന്, ഹാദാ ശൈത്താൻ, ഈ ശൈത്താനിൽ നിന്ന്, അൽ ആതിൽ മുതമർരിദ, മനുഷ്യന്മാരോട് വിരോധം വെക്കുന്ന ആ ശൈത്താനിൽ നിന്ന് ഏത് സമയവും നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അഭയം തേടണം എന്നത് തുലിബ, അത് നമ്മളോട് ആവശ്യപ്പെട്ട വിഷയമാണ് അല്ലേ? അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ത് നന്മ ചെയ്യുന്നുണ്ടെങ്കിലും ആ നന്മ ആർക്കും ഇഷ്ടമല്ല? പിശാചിന് ഇഷ്ടമല്ല. കാരണം നമ്മൾ നന്മ ചെയ്താൽ എവിടേക്ക് പോകും? നമ്മൾ നന്മ ചെയ്താൽ സ്വർഗത്തേക്ക് പോകും. ആ സ്വർഗത്തേക്ക് പോകണത് അവനക്ക് താല്പര്യമില്ല. നമ്മളെ തടയലാണ് അവൻ്റെ പണി. അപ്പോൾ നമ്മൾ എന്ത് നന്മ ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യാം? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ചൊല്ലാം. പ്രത്യേകിച്ച് എപ്പോൾ ചൊല്ലണം? ഖുർആൻ ഓതുമ്പോൾ ചൊല്ലണം എന്നുള്ളതാണ്. യഅമലു അലാ സർഫിൽ ഇൻസാനി അൻ തഅത്തില്ലാഹ്, അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് തൊട്ട് അവൻ എന്ത് ചെയ്യുന്നു? മനുഷ്യന്മാരെ തെറ്റിച്ച് കളയുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. വ ഇബാദത്തിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്നത് അവന് ഇഷ്ടമല്ല. ആർക്കും ഇഷ്ടമല്ല? പിശാചിന് ഇഷ്ടമല്ല. അപ്പോൾ അള്ളാഹുവിനെ തൊട്ട് ആരാധനയും തൊട്ട് തടയും. ചില ആൾക്കാരുണ്ടല്ലോ അല്ലേ, നിസ്കരിക്കാൻ ഭയങ്കര മടിയാ, നിസ്കരിക്കൂല. എന്താ പ്രശ്നം? പിശാച്. നമ്മളിപ്പോൾ ദുഹർ നല്ല ആത്മാർത്ഥമായിട്ട് നിസ്കരിച്ചു, ജുമാ നമുക്ക് നല്ല ആത്മാർത്ഥമായിട്ട് നിസ്കരിച്ചു, അസർ നമ്മൾ നല്ല ആത്മാർത്ഥയോട് കൂടി നിസ്കരിച്ചു അല്ലേ? കുറച്ച് കഴിയുമ്പോൾ തോന്നാം ഇനിയിപ്പോൾ നിസ്കരിക്കണ്ട അല്ലേ? അത് നമ്മളെ പിശാച് നമ്മളെ വഴിതെറ്റിക്കുകയാണ്. പിശാച് നമ്മളെ മനസ്സിൽ എന്ത് ചെയ്യാണ്? വസ്വാസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളെപ്പോഴും എന്ത് ചെയ്യുക? കാവൽ ചോദിക്കുക. വൽ ഫൗസി ബിറഹ്മതിഹി ജല്ല ഫി ഉലാഹ്, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗം നേടിയെടുത്ത് വിജയം നേടുക എന്നുള്ളത് പിശാചിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും നമ്മൾ ശരണം തേടണം എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഔദ് പഠിച്ചില്ലേ? ഇസ്തിആദത്ത് പഠിച്ചില്ലേ? ഒന്ന് ശ്രദ്ധിക്കുക, ഇസ്തിആദത്ത് പഠിച്ചില്ലേ? ഇസ്തിആദത്ത് എന്താണ് നമ്മൾ പറഞ്ഞു അല്ലേ? അത് കഴിഞ്ഞിട്ട്
പിന്നെ എന്ത് പഠിച്ചു? ഷെയ്ത്താൻ ആരാണെന്ന് പഠിച്ചു അല്ലേ? വ്യത്യസ്ത അർത്ഥങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മളോട് വിരോധം പിന്നെ വിരോധം വെക്കുന്നവനാണ്, ശത്രുതയുള്ളവനാണ്, നമ്മളെ വഴിതെറ്റിക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ റജീമിൻ്റെ അർത്ഥം പറഞ്ഞു. രണ്ടർത്ഥമുണ്ട് പ്രധാനമായിട്ടും. ഒന്ന് പുറത്താക്കപ്പെട്ടവൻ, രണ്ട് പിന്നെ ലാനത്തുള്ളവൻ, അതായത് ശപിക്കപ്പെട്ടവൻ എന്നൊരു അർത്ഥം കൂടെ റജീമിനെന്നുണ്ട്. ഇനി നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമിലേക്ക് പ്രവേശിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽ ബസ്മലത്തു ആയത്തും ഫി കിതാബില്ലാഹി അസ്സ വജല്ല. ഇതിൽ കഴിഞ്ഞു പോയതിൽ എന്തെങ്കിലും ഡൗട്ടുണ്ട്? ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അതിലെന്തെങ്കിലും ഡൗട്ട്? അതിലൊരു ഡൗട്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തതാണ്. എന്തുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ കാവലിനെ ചോദിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾക്ക് തമ്മിലും മനുഷ്യന്മാർക്ക് തമ്മിൽ ശത്രുത ഉണ്ടാവാൻ പാടില്ല, എന്നാലും സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷേ ആ ശത്രുത നമ്മൾ പിന്നെ എന്താ ചെയ്യൽ? അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യലാണ് ചെയ്യൽ അല്ലേ? ഉണ്ടാവാൻ പാടില്ല. പക്ഷേ പിശാചിൻ്റെ ശത്രുതയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് നമ്മൾ കാവലിനെ ചോദിക്കുന്നത് അതെന്തുകൊണ്ടാണ്? പിശാച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൈബിയായ വിഷയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞ വിഷയമാണ്. പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും. ഖുർആൻ പറഞ്ഞത് ജിന്നുവർഗത്തിൽപ്പെട്ടവരല്ലേ? ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റുകയില്ല എങ്കിലും അവർക്ക് എന്ത് ചെയ്യാം? നിങ്ങളെ കാണാം എന്നതാണ് എന്ത് ചെയ്തത്? പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അപ്പോൾ അവരുടെ ഇടപെടൽ, അവരുടെ ഉപദ്രവം, അവരുടെ വസ്വാസുകൾ ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്കറിയാത്തത് കൊണ്ടും ഇതെല്ലാം അറിയുന്നത് അള്ളാഹു ആയതുകൊണ്ടും എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് നമ്മൾ കാവലിനെ ചോദിക്കുക. എന്ത് നന്മ ചെയ്യുകയാണെങ്കിലും അപ്പം എന്ത് ചെയ്യുക? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞിട്ട് അള്ളാഹിൻ്റെ സംരക്ഷണം ആദ്യം കിട്ടുക, എന്നിട്ട് അത് നമ്മൾ ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതൊക്കെ ഇതേപോലെ തന്നെ പോകണണ്ട, എന്നാലേ നമുക്ക് പഠനം കൊണ്ടൊക്കെ ഉപകാരമുള്ളൂ. മനസ്സിലായോ? ഈ പഠനം കൊണ്ടൊക്കെ ഉപകാരം നമ്മൾ ഇതേപോലെ തന്നെ പോകണം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ബസ്മലത്തു ആയത്തും മിൻ കിതാബില്ലാഹി അസ്സ വജല്ല യൂതാ ബിഹാ ബൈന യദൈ തിലാവതി കുല്ല സൂറൻ അദാ സൂറത്തി ബറാഅ. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിൻ്റെ പേരാണെന്ത്? ബസ്മല. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീമിൻ്റെ പേരെന്താ? ഇസ്തിആദത്ത്. ഇതിൻ്റെ പേരെന്താ? ബസ്മല. ഓക്കെ, ഇത് പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. അൽ ബസ്മലത്തു ആയത്തും മിൻ കിതാബില്ല. അള്ളാഹുവിൻ്റെ ഖുർആനിലെ ഒരു ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് എല്ലാ സൂറത്തിൻ്റെ തുടക്കത്തിലും നമ്മൾ എന്ത് ചെയ്യണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതണം, ഒന്നൊഴികെ. സൂറത്തിൽ ബറാഅത്തും മിനല്ലാഹി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന സൂറത്ത് തൗബ. മനസ്സിലായി? സൂറത്ത് തൗബ ഒഴികെ ബാക്കിയുള്ള എല്ലാ സൂറത്തിൻ്റെ ആരംഭത്തിനും എന്ത് ചെയ്യണം? നമ്മൾ ഇത് ചൊല്ലണം. ഇനി നമ്മൾ ശ്രദ്ധിച്ചു, നമുക്ക് അറിയാത്ത വിഷയമാണ് അടുത്ത്. വൽ ബസ്മലത്തു ഹിയ കലിമത്തുൽ ഇസ്തിആനത്തി ബില്ലാഹി തബാറക വ തആല. ബസ്മല അഥവാ നമ്മൾ ഓതുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉണ്ടല്ലോ, അതെന്താണ്? ഒരു ഇസ്തിആനയാണ്. എന്താണ് ഇസ്തിആന എന്ന് പറഞ്ഞാൽ? സഹായം ചോദിക്കുക. അള്ളാഹുവിനോടുള്ള ഒരു സഹായത്തേട്ടമാണ് എന്ത്? ബസ്മല എന്നുള്ളത്. അൽ ബസ്മലത്തു ഹിയ കലിമത്തുൽ ഇസ്തിആന. അള്ളാഹുവിനോടുള്ള ഒരു സഹായത്തേട്ടത്തിനുള്ള വാക്കാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്. എങ്ങനെയാണ് അത് ഇസ്തിആനയാകുന്നത്? വമഅന ബദഅ തിലാവത്തി ബിസ്മില്ലാ ഐ അന്ന മൻ യത്ലു കിതാബല്ലാഹി യബ്ദഉ തിലാവതഹു മുസ്തഈനം ബില്ലാഹ്. ഒരാൾ ഖുർആൻ ഓതാൻ വേണ്ടി ആരംഭിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് അവൻ ആരംഭിക്കുമ്പോൾ അന്ന മൻ യത്ലു കിതാബല്ലാഹ്, അങ്ങനെ ആരാണോ അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതുന്നത്, യബ്ദഉ തിലാവതഹു മുസ്തഈനം ബില്ലാഹ്, അവൻ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അവൻ ഖുർആൻ ഓതുന്നത്. ലിഅന്നൽ ബാഅ ഫീ ബിസ്മില്ലാഹ്, ബിസ്മില്ലയിലുള്ള ബാ ഉണ്ടല്ലോ, ബിസ്മില്ല എന്നല്ലേ? ബി പ്ലസ് ഇസ്മില്ല അല്ലേ? ബിസ്മില്ല. അപ്പൊ ബിസ്മില്ല എന്നതിലുള്ള ബാ ഉൽ ഇസ്തിആന. എന്തിൻ്റെ ബാ ആണ്? ഇസ്തിആനത്തിൻ്റെ അഥവാ സഹായം തേടുന്നതിൻ്റെ ബാ എന്നാണ് അതിൻ്റെ പേര്. മുതബർരികം ബിദിക്രി ഇസ്മിഹി തബാറക വ തആല. എന്താണ് സഹായത്തേട്ടം? എന്താണ് സഹായത്തേട്ടം? ബർക്കത്ത് കിട്ടാനുള്ള സഹായത്തേട്ടമാണ് ആ ബാഗ്. മനസ്സിലായ? ബിസ്മില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് എന്ത് ചെയ്യാണ്? അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് ബർക്കത്ത് ആഗ്രഹിക്കുകയാണ്.
മനസ്സിലായോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ ഓതുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് അതിലൂടെ നമ്മൾ എന്താഗ്രഹിക്കുകയാണ്? അള്ളാഹുവിൻ്റെ ബർക്കത്ത് അല്ലേ? നമുക്കിപ്പോൾ വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മില്ല ചൊല്ലാൻ പറഞ്ഞു, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലാൻ പറഞ്ഞു, ചെരുപ്പ് ധരിക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലാൻ പറഞ്ഞു. എന്തിനായി ഈ ബിസ്മില്ല? ഇതൊരു സഹായം തേടാണ്. അല്ലാ നിന്റെ ബർക്കത്ത് തരണേ, മനസ്സിലായോ? ഇതൊരു സഹായത്തേട്ടമാണ്. ബിസ്മില്ലയിലുള്ള ഇതൊരു സഹായം തേടുന്നതിനുള്ള ആണ്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അതിലൂടെ നമ്മൾ എന്താഗ്രഹിക്കുകയാണ്? അള്ളാഹുവിൻ്റെ ബർക്കത്ത് നമ്മൾ ആഗ്രഹിക്കുകയാണ് എന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യുക? ആ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ബിസ്മില്ല പറയുക, ഔദു ചൊല്ലണം. എന്തിൽ നിന്ന്? പിശാചിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിൻ്റെ സംരക്ഷണം കിട്ടാൻ. ബിസ്മി ചൊല്ലണം. എന്തിന്? അള്ളാഹുവിൻ്റെ ബർക്കത്ത് കിട്ടാൻ. ഒരു സൂറത്തിന് മാത്രമേ ബിസ്മി ഇല്ലാത്തുള്ളൂ. അതാണ് സൂറത്ത് തൗബ എന്നും പറയും, ബറാഅത്ത് എന്നും എന്ത് ചെയ്യും അതിന് പറയും. ഇനി അള്ളാഹു എന്താണെന്ന് വിശദീകരിക്കാൻ കേട്ടോ. ബിസ്മി പറഞ്ഞു അള്ളാഹ് അലമുൻ അലല്ലാഹി അസ്സ വജല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വിശേഷണ നാമമാണ് എന്ത്? അള്ളാഹ് എന്നുള്ളത്. മഅനാഹു അതിൻ്റെ അർത്ഥം ദൂ അൽ ഉലൂഹിയ. ദൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമസ്ഥൻ, പിന്നെ അധികാരമുള്ളവൻ, അങ്ങനെ പറഞ്ഞാൽ ദുൽ ഉലൂഹിയ എന്ന് പറഞ്ഞാൽ അർഹൻ എന്ന് പറയില്ലേ? യഥാർത്ഥ ആരാധനക്ക് അർഹനായിട്ടുള്ളവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിനർത്ഥം എന്താ അറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ആരാധനക്ക് ഏറ്റവും കൂടുതൽ അർഹനായിട്ടുള്ളവൻ, അവകാശപ്പെട്ടവൻ അല്ലാഹുവല്ലാതെ വേറൊരാളും ഇല്ല. അപ്പം അള്ളാഹു എന്നുള്ളത് ഒരു വിശേഷണമാണ്, അള്ളാഹുവിൻ്റെ ഒരു പേരാണ് അള്ളാഹു എന്നുള്ളത്. മഅനാഹു അതിൻ്റെ അർത്ഥം ദുൽ ഉലൂഹിയ, യഥാർത്ഥ ആരാധനക്ക് ഉടമയായിട്ടുള്ളവൻ, അവകാശപ്പെട്ടവൻ. അൽ ഉബൂദിയത്തി അതുപോലെ തന്നെ ആരാധന ലഭിക്കാൻ ഏറ്റവും കൂടുതൽ അവകാശപ്പെട്ടവൻ എന്നതാണ് അള്ളാഹു എന്ന പദത്തിൻ്റെ അർത്ഥം. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇലാഹ് എന്നതിലേക്ക് അലിഫ്ലാമിൻ കൂടിയതാണെന്ത്? അലിഫ്ലാം കൂടിയതാണെന്ത്? ഈ അൽ ഇലാഹ് അള്ളാഹ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ ആരാധ്യൻ. ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാധ്യൻ, ആരാധിക്കപ്പെടുന്നവൻ അല്ലേ? ഇതാണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ. അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാധ്യം എന്ന് പറഞ്ഞാൽ കുറേ ആരാധ്യന്മാരുണ്ട്, എല്ലാവരും പെട്ടു. പക്ഷേ അലിഫ്ലാം കൂടിച്ചേർന്നാൽ യഥാർത്ഥ ആരാധ്യൻ എന്നായി മാറി. യഥാർത്ഥ ആരാധ്യൻ അതാര് മാത്രമേ ഉള്ളൂ? യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടത് ആര് മാത്രമേ ഉള്ളൂ? അതാണ് അള്ളാഹ്. മനസ്സിലായോ? അള്ളാഹു എന്നുള്ളത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. യഥാർത്ഥ പിന്നെ സത്യമായിട്ടും യാഥാർത്ഥ്യമായിട്ടും ആരാധിക്കപ്പെടേണ്ടവൻ എന്നതാണ് അതിൻ്റെ അർത്ഥം. അത് അള്ളാഹുവിൻ്റെ നാമം കൂടിയാണ്. അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട് അല്ലേ? അത് മുഴുവൻ എന്താണ്? അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുഴുവൻ എന്താണ്? അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്. അപ്പോൾ അള്ളാഹു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആരാധനക്കർഹൻ. അലാ ഖൽഖിഹി അജ്മഈൻ, മുഴുവൻ ലോകത്തുള്ള എല്ലാ പടപ്പുകളും ആരാധിക്കേണ്ട യഥാർത്ഥ അർഹൻ അതാണ് അള്ളാഹ്. മനസ്സിലായോ? അള്ളാഹ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ചില ആൾക്കാർ പറയും എന്ത്? അത് മുസ്ലിങ്ങളുടെ ദൈവമല്ലേ എന്ന് പറയും. അപ്പോൾ നമ്മളിതൊക്കെ വിശദീകരിച്ചു കൊടുക്കണം. അള്ളാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ദൈവം എന്നല്ല അർത്ഥം. മനസ്സിലായോ? അള്ളാഹു എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ബഹുദൈവ വിശ്വാസികൾക്ക്, നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങൾക്ക്, അവരുമായിട്ട് നമുക്ക് പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം മോശമാണ്, നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം. അള്ളാഹു എന്നുള്ളത് എന്താണ്? ഒരു അറബി പദമാണ്. മനസ്സിലായോ? അൽ ഇലാഹ് എന്ന പദം എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടേണ്ടവൻ. നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. നമുക്ക് എണ്ണിയാൽ തീരാത്ത ഈ പ്രപഞ്ചവും നമ്മളെയൊക്കെ സൃഷ്ടിച്ച് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ സൃഷ്ടാവ്, ആ സൃഷ്ടാവ് മാത്രമാണ് ലോകത്ത് എന്ത് ചെയ്യേണ്ടത്? ആരാധിക്കപ്പെടേണ്ടത്. അവന് മാത്രമേ അർഹതയുള്ളൂ. കാരണം ഈ ലോകം നമുക്ക് സമ്മാനിച്ചത്, നമ്മളെ പടച്ചത് അവൻ മാത്രമാണ്. അവന് പുറമെ ലോകത്തൊരാൾക്കെന്തില്ല, അതിൽ പങ്ക് വേറൊരാൾക്കും ഇല്ല.
അതുകൊണ്ട് ആരാധിക്കപ്പെടാൻ അർഹനായിട്ട് അവന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവൻ്റെ അടിമകളെ നമ്മൾ ആരാധിക്കാൻ പാടില്ല. അവനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആരാധിക്കാൻ പാടുള്ളൂ. ലോകത്തുള്ള സകലതും സകല പടപ്പുകളും എല്ലാവരും, അതാണ് അലാ ഖൽഖിഹി അജ്മഈൻ, ലോകത്തുള്ള എല്ലാവരും ആരാധിക്കേണ്ടവൻ അതാണ് അല്ലാഹ്. അത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. അത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ വിശേഷണമാണ് അള്ളാഹ്. അതല്ലാതെ മുസ്ലിങ്ങളുടെ മാത്രം ദൈവത്തിൻ്റെ പേരല്ല അള്ളാഹ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കണം. ഓക്കെ. വഹുവ ദാലുൻ അലൽ ഉലൂഹിയത്തില്ലാഹ് വഹിയ ഔസാഫുൽ കമാലി വൽ അളമതി വൽ ജലാദ്. അത് ഈ പദം ഉണ്ടല്ലോ, അള്ളാഹു എന്നത് തൗഹീദ് മൂന്നിനുണ്ട് അല്ലേ. തൗഹീദ് ഉലൂഹിയ, തൗഹീദ് റുബൂബിയ, തൗഹീദ് പിന്നെ അസ്മാ വ സിഫാത്ത്. റുബൂബിയ, ഉലൂഹിയ, അസ്മാ വ സിഫാത്ത് അല്ലേ. ഇതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. രക്ഷാകർത്തത്തിലുള്ള ഏകത്വം, ആരാധനയിലുള്ള ഏകത്വം, നാമഗുണ വിശേഷണങ്ങളിലുള്ള ഏകത്വം. ഇത് മൂന്നിലും അള്ളാഹു മാത്രം, വേറെ ഒരാളും ഇല്ല. വേറെ ആളെയും പങ്കു ചേർത്താൽ അതെന്താണ്, ഷിർക്കാണ്. അപ്പോൾ അള്ളാഹു എന്നുള്ളത് ഉലൂഹിയത്തിൽ പെട്ടതാണ്. ഉലൂഹിയത്താണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. അതായത് ഇത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്, പൂർണ്ണമായ വിശേഷണം. ഇനി ഇതിനപ്പുറമൊന്നുമില്ല. മനസ്സിലായോ? വഹിയ ഔസാഫുൽ കമാൽ, പൂർണ്ണമായൊരു വിശേഷണമാണെന്ത് അള്ളാഹു എന്നുള്ളത്. അള്ളാഹുവിൻ്റെ വലിയ വിശേഷണമാണെന്ത് അള്ളാഹു എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറഞ്ഞോന്നറിയില്ല, അള്ളാഹ് എന്നുള്ള പേരെന്ത് ചെയ്യാൻ പാടില്ല, ഇടാൻ പാടില്ല. അള്ളാഹു എന്ന പേരെന്ത് ചെയ്യാൻ പാടില്ല, ഇടാൻ പാടില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരെന്തായിരുന്നു, അബ്ദുല്ലാ. അങ്ങനെ ഇടാം. അതല്ലാതെ ഒരാളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അള്ളാഹ്. അതിന് അവകാശം ആർക്ക് മാത്രമേ ഉള്ളൂ, റബ്ബിന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ വഹിയ ഔസാഫുൽ കമാലി, ഇത് അള്ളാഹുവിൻ്റെ പൂർണ്ണമായ വിശേഷണമാണ്. വൽ അളമതി വൽ ജലാൽ, ഇതാണ് ഏറ്റവും മഹത്തരമായ വിശേഷണം എന്നതാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലത്തി ഇസ്തഹഖ ബിഹാ അൻ യുഅലഹു അൻ യുഅബദ അൻ യദുല്ല ലഹു വയുഖ്ദഉ ലഹു ജല്ല ഫീ ഉലാ. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ലോകത്ത് ആരാധിക്കപ്പെടാൻ അവകാശപ്പെട്ടവൻ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ വിശേഷണമാണ് അള്ളാഹു എന്നുള്ളത്. വദാലുൻ അലൽ ഉബൂദിയ്യ വഹിയ അഫ്ആലുൽ അബ്ദില്ലത്തി യഖ്തളീഹാ ഹാദൽ ഇസ്മു മിൻ ദുല്ലിൻ വഖുദൂഇൻ വൻകിസാറിൻ വഇഖ്ബാലിൻ അലല്ലാഹി തബാറക വതആല. വദാലുൻ അഥവാ വഹുവ യദുല്ലു, ഇത് സൂചിപ്പിക്കുന്നു അലൽ ഉബൂദിയത്തി, അള്ളാഹുവിൻ്റെ മേലുള്ള, പിന്നെ വഹിയ അതായത് അഫ്ആലുൽ അബ്ദി, ഒരു അടിമയുടെ പ്രവർത്തനം. അഫ്ആലുൽ അബ്ദി എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ പ്രവർത്തനം. അല്ലത്തി യഖ്തളീഹാ, അത് ആവശ്യപ്പെടുന്നു. ഹാദൽ ഇസ്മ, അതായത് അള്ളാഹ് എന്ന പേരുണ്ടല്ലോ, അത് നമ്മളോട് ആവശ്യപ്പെടുന്നു. മിൻ ദുല്ലിൻ വഖുദൂഇൻ വൻകിസാറിൻ വഇഖ്ബാലിൻ അലല്ലാഹി തബാറക വതആല. അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കുമ്പോൾ എന്ത് ചെയ്യണം, താഴ്മയോടെ, അങ്ങേയറ്റത്തെ താഴ്മയോടെ, വിനയത്തോടുകൂടി, നല്ല അനുനയത്തിലായിരിക്കണം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പെരുമാറേണ്ടത്, ഇബാദത്തുകൾ നിർവഹിക്കേണ്ടത് എന്നെന്ത് ചെയ്യുന്നു, അള്ളാഹു എന്ന പദം സൂചിപ്പിക്കുന്നു. മനസ്സിലായോ? ലോകത്തുള്ള സകല മനുഷ്യരും ആരാധിക്കപ്പെടാൻ, സകല സൃഷ്ടികളും ആരാധിക്കപ്പെടാൻ അവകാശമുള്ളവൻ അതാണ് അള്ളാഹ്. അതാണ് അള്ളാഹ്. അപ്പൊ ആ അള്ളാഹു എന്ന പദം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മളെപ്പോഴും എന്തായിരിക്കണം, വിനയമുള്ളവനായിരിക്കണം, താഴ്മയുള്ളവനായിരിക്കണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ പടപ്പുകളും ആരാധിക്കപ്പെടാൻ അവകാശപ്പെട്ടവനാണ്. മനസ്സിലായോ? അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, താഴ്മയും വിനയവും ഒക്കെ നമ്മൾ കാണിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ചില നല്ല സ്വഭാവങ്ങളാണ് കേട്ടോ. ദുല്ല് എന്ന് പറഞ്ഞാൽ താഴ്മ. അതുപോലെ തന്നെ വൽ ഖുദൂ, അതിൻ്റെ പര്യായ പദമാണ് അനുനയം എന്നൊക്കെ പറയാം. വൻകിസാർ, വിനയം, അല്ലേ? ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ഓക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ഒരു വിധേയത്വം, ഒരു അനുസരണ,
ഒരു നല്ലൊരു ജീവിതം എന്ത് ചെയ്യുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പൂർണ്ണമായിട്ട് നൽകാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അള്ളാഹു എന്ന പദം മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിയേണ്ട പാഠങ്ങൾ. ഇനി അർ-റഹ്മാൻ റഹീം, അപ്പോൾ ബിസ്മില്ല പഠിച്ചു, ആ ബിസ്മില്ലയിൽ ബാ എന്താണെന്ന് പഠിച്ചു, അള്ളാഹു എന്താണെന്ന് പഠിച്ചു അല്ലേ, ബിസ്മില്ലാഹി, ഇനി റഹ്മാൻ റഹീം, അതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ഇസ്മാനി മുസ്തഖാനി മിനർ റഹ്മ ദാലാനി അലാ സുബൂതിഹാ ലില്ലാഹി സുബ്ഹാനഹു വ തആല. അർ-റഹ്മാൻ റഹീം ഇസ്മാനി, ഇത് രണ്ട് നാമങ്ങളാണ്. മുസ്തഖാനി എങ്ങനെ ഉദ്ധരിക്കപ്പെട്ടത്, മിനർ റഹ്മ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നുണ്ടായിട്ടുള്ള, മനസ്സിലായോ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നുണ്ടായിട്ടുള്ള രണ്ട് പദങ്ങളാണ് എന്തൊക്കെ, റഹ്മാനും റഹീമും എന്നുള്ളത്. ദാലാനി അലാ സുബൂതിഹാ ലില്ലാഹി സുബ്ഹാനഹു വ തആല. ഈ രണ്ട് വിശേഷണങ്ങളും അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കും, അള്ളാഹുവിൻ്റെ സത്തയിൽപ്പെട്ടതാണ് എന്ത് ചെയ്യുന്നു, സൂചിപ്പിക്കുന്നു. ഈ രണ്ട് പദങ്ങളും റഹ്മാനും റഹീമും എന്നതാണ് അള്ളാഹുവിൻ്റെ സത്തയിൽപ്പെട്ടതാണ് എന്ത് ചെയ്യുന്നു, സൂചിപ്പിക്കുന്നു. ഫർ റഹ്മാൻ, ഇനി ഓരോന്നിനെയും വിശദീകരിക്കാൻ കേട്ടോ. ഫർ റഹ്മാൻ വഹുവ ദാലുൻ അലർ റഹ്മത്തിൽ വാസിഅത്തി ശാമില. പിന്നെ ഈ റഹ്മാൻ എന്നത് എന്താണ്, ലോകത്തുള്ള എല്ലാ ജീവികളുടെ മേലും എല്ലാ ആളുകളുടെ മേലും എന്താണ്, വിശാലമാക്കപ്പെട്ട വിഷയമാണ് റഹ്മാൻ. മനസ്സിലായോ, ഒരു ആയത്ത് കാണുന്നില്ലേ, വറഹ്മത്തി വസിഅത്ത് കുല്ലി ഷൈ, സൂറത്ത് അഅറാഫിലെ 156-ാമത്തെ ആയത്താണ്. എൻ്റെ റഹ്മത്ത് എല്ലാത്തിൻ്റെ മേലും എന്ത് ചെയ്തിരിക്കുന്നു, ആവർത്തിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവർക്കും വിശാലമായിട്ട് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ റഹ്മാൻ എന്ന പദത്തിൻ്റെ അർത്ഥം. അതായത് ഈ ഭൂമി ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കിയാൽ നമുക്ക് അനുഗ്രഹം നൽകുന്നുണ്ട് അല്ലേ, വിശ്വാസികൾക്ക് അനുഗ്രഹം നൽകുന്നുണ്ട്. ഇനിയോ അള്ളാഹു ഇല്ല എന്ന് പറയുന്നവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുഅ്മിനീങ്ങൾക്ക് മാത്രമാണോ, മുത്തഖീങ്ങൾക്ക് മാത്രമാണോ? അല്ല. മുസ്ലിങ്ങൾക്ക് മാത്രമാണോ? അല്ല. ഇവിടെ അള്ളാഹു ഉണ്ട്, റബ്ബുണ്ട് എന്ന് പറയുന്നവർക്കും റബ്ബില്ല എന്ന് പറയുന്നവർക്കും മനുഷ്യന്മാർക്കും മറ്റുള്ള മൃഗങ്ങൾക്കും മറ്റുള്ള ജീവജാലങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് അള്ളാഹുവിന് റഹ്മാൻ എന്ന പേര് വന്നത്. വറഹ്മതി വസിഅത്ത് കുല്ല ഷൈഇൻ, എല്ലാ വസ്തുവിൻ്റെ മേലും എൻ്റെ കരുണ അത് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. എന്നാൽ വർ റഹീം എന്നുള്ളതോ ശ്രദ്ധിച്ചോ, ദാലുൻ അലാ മാ ഖസ്സല്ലാഹു തബാറക വ തആല. റഹീം അതും കരുണയാണ് അല്ലേ, അള്ളാഹുവിൻ്റെ കരുണ. പക്ഷേ ശ്രദ്ധിക്ക്, അത് ആർക്ക് മാത്രമേ കൊടുക്കുള്ളൂ, അള്ളാഹു ഖാസാക്കിയവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ, അള്ളാഹു പ്രത്യേകമാക്കിയവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അതാരാണ് ആ ഖാസാക്കിയവർ? ഔലിയാഅഹു വഅസ്ഫിയാഅഹു കമാ ഖാല ജല്ല ഫി ഉലാ വകാന ബിൽ മുഅ്മിനീന റഹീമാ. അത് ഒന്നെന്താണ്, പിന്നെ ഔലിയാക്കന്മാരാണ് അല്ലേ. വഅസ്ഫിയാഅഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം സെലക്ട് ചെയ്തവർ. മനസ്സിലായോ, ഔലിയാക്കന്മാരും അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത ആളുകൾക്ക് മാത്രം അള്ളാഹു കൊടുക്കുന്നതാണ് എന്ത്, അനുഗ്രഹം. അതുകൊണ്ടാണ് അള്ളാഹുവിന് എന്ത് പേര് വരാനുള്ള കാരണം, റഹീം എന്ന പേര് വരാനുള്ള കാരണം. എന്നിട്ടൊരു ആയത്ത് കൊടുക്കുന്നുണ്ട്, കമാ ഖാല ജല്ല ഫി ഉലാ വകാന ബിൽ മുഅ്മിനീന റഹീമാ. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് അതിയായ കാരുണ്യം കാണിക്കുന്നവനാണ്. ഈ അനുഗ്രഹത സ്വർഗം. ഇത് കഴിഞ്ഞു. ഈ അനുഗ്രഹത സ്വർഗമാണ്. ഓക്കെ, ഈ അനുഗ്രഹം സ്വർഗമാണ്. അപ്പൊ ഭൂമിയിൽ പിന്നെ അള്ളാഹുവിന് വിശ്വസിച്ചവർക്ക് മാത്രമല്ല അള്ളാഹു അനുഗ്രഹം കൊടുക്കാം. പിന്നെ ഭൂമിയിൽ അള്ളാഹു ഇല്ല, ഇതാണല്ലോ ഏറ്റവും വലിയ നിഷേധം. അവർക്കും അള്ളാഹു ചിലപ്പോൾ മുഅ്മിനീങ്ങളെക്കാൾ കൂടുതൽ എന്ത് ചെയ്യും, അനുഗ്രഹം കൊടുക്കും. നമ്മളെക്കാൾ കൂടുതൽ എന്ത് ചെയ്യും, അനുഗ്രഹം അള്ളാഹു ഇല്ല എന്ന് പറയും. അത് അള്ളാഹിൻ്റെ ഒരു വിശേഷനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. അത് കൊടുക്കുമെന്ന് പറഞ്ഞ ആയത്ത് നമ്മൾ പഠിച്ചു. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ട് അസൂയപ്പെടേണ്ട, കുശിപ്പെടേണ്ട, അല്ലെങ്കിൽ നമ്മളെ മനസ്സ് വഴിച്ചിട്ട് അവർക്കാണല്ലോ എന്താ കൂടുതൽ കൊടുക്കണത്, അപ്പോൾ പിന്നെ അതുപോലെ നടന്നാൽ മതിയല്ലോ, അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ വഴിതെറ്റി പോകാനൊന്നും നിൽക്കണ്ട. അത് അള്ളാഹുവിൻ്റെ ഒരു സിഫത്താണത്, ഭൂമിയിൽ പടച്ച എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുക എന്നുള്ളത്.
രണ്ടാമത്തെ അള്ളാഹുവിൻ്റെ സിഫത്താണ് ഈ റഹ്മത്തിൽ നിന്നുണ്ടായ രണ്ട് സിഫത്താണ്, ഒന്ന് റഹ്മാൻ ഒന്ന് റഹീം. രണ്ടാമത്തെ സിഫത്ത്, രണ്ടാമത്തെ അനുഗ്രഹം അത് സ്വർഗമാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ 100 ഭാഗമാക്കി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 99 അള്ളാഹു എന്ത് ചെയ്തു? പിടിച്ചു വെച്ചു. അള്ളാഹുവിൻ്റെ കാരുണ്യം അത് മൊത്തത്തിൽ 99 പിടിച്ചു വെച്ചിട്ട് ഒന്നെന്ത് ചെയ്തു? ഭൂമിക്ക് നൽകി. ഈ ലോകത്തുള്ള സകല മനുഷ്യരടക്കമുള്ള ജീവിജാലങ്ങളൊക്കെ അനുഭവിക്കുന്നത് 1%. സുബ്ഹാനല്ലാഹ്. നാളെ സ്വർഗത്തിലോ 99. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സുകൊണ്ടും വിഭാവനം ചെയ്യാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള സ്വർഗം. സുബ്ഹാനല്ലാഹ്. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനാണ് ഈ അനുസരണ. അതിനാണ് നമ്മൾ നിസ്കാരം, നോമ്പ്, കാര്യങ്ങൾ, നല്ല മനുഷ്യനായി, നല്ല സ്വഭാവമുള്ളവരായി, നല്ല ഈമാനോടെ ജീവിക്കണമെന്ന് പറയാൻ അതിനാണ് നമ്മൾ കൂടിയത്. ആ സ്വർഗത്തിലേക്ക് എത്താൻ അത് ലക്ഷ്യമില്ലാത്തൊരിത് കൂടേണ്ട ആവശ്യമുണ്ടോ? കൂടേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വർഗത്തിലേക്ക് എത്തണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. സൂറത്തുൽ ഫാത്തിഹ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചെറിയ വിശദീകരണമാണ് നൽകിയത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതിൻ്റെ അത് മൊത്തത്തിൽ ഉള്ള ആയത്തിൻ്റെ പദമാണ് ഇസ്തിആദത്ത് എന്നാണ് പറയുക. ശരണം തേടുക എന്നുള്ളതാണ്. ഷൈത്താൻ ആരാണെന്ന് പഠിച്ചു അല്ലേ? റജീം എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്തുകൊണ്ടാണ് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കാനുള്ള കാരണം നമ്മൾ പഠിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് നമ്മൾ പഠിച്ചു അല്ലേ? ബിസ്മില്ലാഹിലെ ബ എന്താണ്? ഒരു ഇസ്തിആനയാണെന്ന് പഠിച്ചു. അള്ളാഹുവിൻ്റെ ബർക്കത്ത് കിട്ടാനുള്ളൊരു സഹായത്തേട്ടമാണെന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് അതൊരു ബർക്കത്ത് കിട്ടാനുള്ള ഒരു സഹായത്തേട്ടമാണത്. നമുക്ക് ആയത്തോതുമ്പോൾ ഇന്ന് വരെ നമുക്ക് തോന്നിയിട്ടുണ്ടോ? ബിസ്മില്ല ഒരു സഹായത്തേട്ടാണ് നമുക്ക് ഇന്ന് വരെ തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇനി നമ്മൾ ആലോചിക്കുക, ഇനി നമ്മൾ ബിസ്മില്ല ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലാഹ് ബർക്കത്ത് തരുന്നത്. അതാണ് നമ്മുടെ പഠനം കൊണ്ടുള്ള ഉപകാരം. അള്ളാഹു വിജയം നൽകട്ടെ നമുക്ക്. അപ്പോൾ ഇതൊരു സഹായത്തേട്ടമാണ്. ബിസ്മില്ലാ എന്നുള്ളതൊരു സഹായത്തേട്ടമാണ്. അള്ളാഹുവിൻ്റെ ബർക്കത്ത് കിട്ടാനുള്ളൊരു സഹായത്തേട്ടമാണ്. ഇതില്ലാത്ത സൂറത്ത് തൗബ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിൻ്റെ ആരംഭത്തിലും ഇത് ഓതണം. അത് നമുക്ക് ഖുർആനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനും പറ്റും. റഹ്മാനും റഹീമും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് മൊത്തത്തിൽ നിന്നുള്ള രണ്ട് വിശേഷണമാണ് റഹ്മാൻ. ആ റഹ്മാൻ എന്നത് ലോകത്തുള്ള എല്ലാവർക്കും, എല്ലാ ജീവികൾക്കും അനുഗ്രഹം കൊടുത്തത് കൊണ്ട് റഹ്മാനായി. റഹീം നാളെ പരലോകത്ത് സ്വർഗത്തിൽ അല്ലേ, പിന്നെ എന്ത് ചെയ്യുക? സ്വർഗത്തിൽ വരുന്ന വിശ്വാസികൾക്ക് അനുഗ്രഹം കൊടുക്കുക. അവിടെ വിശ്വാസികൾക്ക്, മുഅ്മിനീങ്ങൾക്ക്, മുത്തഖീങ്ങൾക്ക് അവർക്ക് അള്ളാഹു എന്ത് ചെയ്യുള്ളൂ? സ്വർഗം കൊടുക്കുള്ളൂ. അവരിൽ നമ്മൾ ഉണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇസ്തിആദത്തും ബസ്മലയുമായിട്ട് മുന്നോട്ട് പോവുക. നന്മകളിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക. പിശാചിനെ നമ്മൾ സൂക്ഷിക്കുക. അവൻ്റെ കുതന്ത്രത്തിൽ പെട്ടുപോകരുത്. അള്ളാഹിനനുസരിക്കുന്ന അവന് ഇഷ്ടമല്ല. വസ്വാസുകളുമായിട്ട് വരും. എപ്പോഴും നമ്മൾ കരുതലോടിരിക്കുക. എപ്പോഴും നമ്മൾ ആരുടെ സംരക്ഷണത്തിലായിരിക്കണം? അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇത് വായിച്ചു കഴിഞ്ഞാൽ